ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നുണ്ട്, ദൈവം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം. ആ ഏകജാതൻ നമ്മോടൊപ്പം വന്ന് വസിച്ചു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് 6 രീതിയിൽ നമ്മോടൊപ്പം ഉണ്ട്. ഒന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. നമ്മൾ ദേവാലയങ്ങളാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനോട് കൂടി ആയിരിക്കുക. പിന്നെ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകുമെന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ യേശുവിനോട് കൂടി ആയിരിക്കുക കൂട്ടായ്മയിൽ. പിന്നെ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടാകുമെന്ന് ഈശോ പറയുന്നുണ്ട്. സഭയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം. പിന്നെ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ആ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം. പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തില്, ബൈബിളില് കർത്താവിൻ്റെ വചനങ്ങളിലൂടെ അവിടുന്ന് ബൈബിളിൽ ക്രിസ്തു ജീവിക്കുന്നു. ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം. ഇനിയും ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അരുളി ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതും അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ ഈ 6 വിധത്തിൽ എൻ്റെ ഉള്ളിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, സമൂഹത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, സഭയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, തിരുവോസ്തിയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, ബൈബിളിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, അവശരിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം, ഇത് അനുഭവിക്കാനായിട്ടാണ് ഈശോ എന്നെ കം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ വിളി ഞാൻ കേൾക്കണം. ഈ നൂറ്റാണ്ടിൽ, ഈ സമൂഹത്തിൽ ആ വിളി കേട്ടുകൊണ്ട് ഞാൻ യേശുവിനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. എന്നിട്ട് ഈശോ പറയുന്നു ഗോ. ആ ഗോ എന്നുള്ള കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് തോമാസ് ലീഗ ഭാരതത്തിലേക്ക് വന്നത്. എനിക്ക് ഈ ക്രൈസ്തവ വിശ്വാസം പകർന്നു തന്നത്. ഞാനത് യേശുവിൽ നിന്നും സ്വീകരിച്ച് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം, മറ്റുള്ളവർക്ക് ഈ സുവിശേഷം പങ്കുവെച്ചു കൊടുക്കാനായിട്ട്. 2 രീതിയിലാണ് ഗോ എന്ന് പറയുമ്പോൾ ഈ സുവിശേഷം എനിക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുക. മറ്റുള്ളവരുടെ കാതുകളിലേക്ക് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കും. ഞാനൊരു വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ ആളത് കേൾക്കും. ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിൽ ചെന്ന് യേശുവിനെ പറ്റി പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും ആരാണ് യേശു. യേശുവാണ് ഈ ലോകത്തിൻ്റെ രക്ഷകൻ എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകും. അത് കാതുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണമാണ്. ഇനി കണ്ണുകളിലേക്കുള്ള സുവിശേഷ പ്രഘോഷണമുണ്ട്. മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാം. കാരണം ഈശോ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ അവശനായ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ അത് സ്നേഹമാണല്ലോ. സഹായം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കലാണ്. ആ സ്നേഹിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കും, കണ്ടു അവർ മനസ്സിലാക്കും, ഈശോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് അല്ലേ എന്നുള്ള സുവിശേഷം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. 2 രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണം നടത്താനായിട്ടാണ് ഈശോ ഗോ എന്ന് പറയുക. കം എന്ന് പറയുക 6 വിധത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ. ഗോ എന്ന് പറയുക 2 തരത്തിലുള്ള സുവിശേഷ പ്രഘോഷണം നടത്താനായിട്ട്, കാതുകളിലേക്കും കണ്ണുകളിലേക്കും.